ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാംലി വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഹോൾ വീഡിയോ ആണ്. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ വീണ്ടും ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ സൈഡിൽ എൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എൻ്റെ കമ്മൽ, മാല, അതുപോലെ ഇയറിങ്സ്, എൻ്റെയും മോളുടെയും സാധനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ കുറച്ച് കളക്ഷൻസ് ഒന്നും പറയില്ല, കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി അത് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെയാണ് ഐറ്റംസ്. 3 ബോക്സിലായിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ചെറിയ ബോക്സാണ്. ചെറിയ ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിൽ എൻ്റെ ഒരു ജോഡി പാദസരം ഇതിൻ്റെ ഒരെണ്ണമുണ്ട്. പിന്നെ വീണ്ടും ഒരു പാദസരം, ഇതിൻ്റെ ഒരെണ്ണം പെയറുണ്ട്. പിന്നെ ഒരു ശിവന്യയുടെ ഒരു ചെറിയൊരു മാല കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയ മാല, ഇങ്ങനെ ഗ്രീൻ പെൻഡൻ്റൊക്കെ ആയിട്ടുള്ള ഒരു മാല. പിന്നെ ഒരു ചെറിയൊരു റോൾഡ് ഗോൾഡിൻ്റെ ഒരു മാല. പിന്നെ ശിവന്യയുടെ ഒരു കുഞ്ഞ് കൈച്ചെയ്യ. പിന്നെ 2 കമ്മൽ, ക്യൂട്ടായിട്ടുള്ള 2 കമ്മൽ. അതുപോലെ പിന്നെയും അതിന് വേറൊരു പെയർ കമ്മൽ. പിന്നെ ഒരു കമ്മലുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു പെയർ മിസ്സായി, നേരത്തെ കാട്ടിയ മാലയുടെ കമ്മൽ. അപ്പോൾ ഒരു ബോക്സ് കാലിയായി. നെക്സ്റ്റത്തെ ബോക്സിൽ ഐറ്റംസ്. ആദ്യം ഒരു ജോഡി വള, ശിവനയുടെയാണ്, ഡാൻസിന് മേടിച്ച വള. മറ്റേ ഒരു മാല കാട്ടിയെന്നില്ലേ, കല്ല് വെച്ച മാല, അതിൻ്റെ ഒപ്പം മേടിച്ച വള. പിന്നെ അവൾ യൂസാക്കാറില്ല, അവൾക്ക് അമ്മായി മേടിച്ചു കൊടുത്താണ്. ഇത്തിരി സൈസും കനം കൂടുതലാകുമ്പോൾ അവൾ യൂസാക്കാറില്ല. ഇതിങ്ങനെ വലിച്ചിട്ട് നീട്ടി തന്നെ, പക്ഷെ നല്ല സൂപ്പർ വളയാണ്. യൂസാക്കണവർക്ക് നല്ലതാണ്. ഒന്നിങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത്. പിന്നെ എൻ്റെ ഇതിലെല്ലാ സാധനങ്ങളും കുരുങ്ങി കിടക്കണം, അങ്ങനെ എടുക്കലില്ലാത്ത കാരണം. എൻ്റെ ഒരു വള, ഇതിൻ്റെ ഒരു പെയർ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ നമ്മൾ മറ്റേ ട്രഡീഷണൽ ലുക്കിലൊക്കെ നമ്മൾ യൂസ് ആക്കുന്ന പോലത്തെ വള. ഇതിന് രണ്ടിനും ഓരോ പെയറും കൂടി ഉണ്ട്. അത് ഇതിൽ കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇങ്ങനത്തെ ചുറ്റുവള പോലത്തെ ബാംഗിൾസ്, ഇതൊക്കെ ഓരോന്ന് ഇട്ടാൽ മതി പിള്ളേർക്ക് കഴിയുമ്പോൾ. ഇത് ഞാൻ 2 കൊല്ലം മുന്നേ ഞാൻ പൂജവെപ്പിൻ്റെ ഇതിന് അമ്പലത്തിൽ പോയപ്പോൾ, പൂജവെപ്പിൻ്റെ അന്നത്തെ പരിപാടിക്ക് അമ്പലത്തിൽ പോയി പഠിച്ചതാണ്. പിന്നെ കൈമിടണത് ശിവന്യക്ക് സ്കൂളിൽ നിന്ന് ആനിവേഴ്സറിക്ക് ഡാൻസിന് കിട്ടിയതാണ്, അലാസ്റ്റിക് ടൈപ്പ്. ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ അവൾക്ക് അന്ന് സ്കൂളിൽ ആനിവേഴ്സറിക്ക് ഡാൻസിന് യൂസ് ചെയ്ത മാല, ചോക്കർ പോലത്തെ മാല, നല്ല സൂപ്പർ മാലയാണ്. പിന്നെ നേരത്തെ ഞാൻ കാട്ടിയെന്നില്ലേ ഒരു ബാങ്കിൾ, അതിൻ്റെ ഒരു സെറ്റ്, പക്ഷെ ഇത്തിരി കളർ ഫെയ്ഡ് അതിൻ്റെ, പക്ഷെ സൈസ് ഇത്തിരി ചെറുതാണ്, പക്ഷെ കനം കൂടുതൽ തന്നെയാണ്. അതങ്ങനെ യൂസാക്കൽ കുറവാണ്. പിന്നെ ഇത് എൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ക്ലിപ്പ്. സംഭവം നല്ല ഗ്ലാസ് ക്ലിപ്പാണ്. ഇത് പ്ലാസ്റ്റിക് ഒന്നല്ല, ഇത് നല്ല സ്റ്റീലിൻ്റെ സാധനത്തുമ്മ കല്ല് പിടിപ്പിച്ച്, പക്ഷെ ഇത്തിരി വെയിറ്റ് കൂടുതലാണ്. പക്ഷെ നല്ല സൂപ്പറാണ്. ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. പിന്നെ വീണ്ടും ഒരു ജോഡി ഇയറിങ്സ്. ഇതിൻ്റെ ഒരു കല്ല് പോയിട്ടുണ്ട്, ഇവിടുത്തെ ഒരു കല്ല് പോയിട്ടുണ്ട്, എന്നാലും നല്ലതാണ്. പിന്നെ ഇത് എൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കോരിയിട്ട് ടക്ക് നാക്കട സാധനം. ഇത് ഞാനധികം യൂസ് ആക്കൽ കുറവാണ്. പിന്നെ ഇതൊക്കെ ചേച്ചി ഗൾഫിൽ നിന്ന് തന്നെ, പിള്ളേർക്ക് ഇടാനായിട്ട് ചേച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, യൂസ് ആക്കിയിട്ടില്ല. പിന്നെ ഇതെനിക്ക് എൻ്റെ ചേട്ടൻ കഴിഞ്ഞ കൊല്ലം ശബരിമലയ്ക്ക് പോയപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പ് പല കളറ് ഒരു ഫുൾ ഷീറ്റ് മേടിച്ചോണ്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഇത് മാത്രം ലാസ്റ്റ് ഞാൻ യൂസ് ആക്കാണ്ടുള്ള ഇതുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചതില്ലേ തലയിലിടണ ഇത്, അതുപോലത്തെ വീണ്ടും വേറെ കളറ്.
പിന്നെ ചേട്ടൻ ശബരിമലയ്ക്ക് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് മാലകൾ. ശബരിമലയ്ക്ക് പോകുമ്പോൾ എപ്പോഴെല്ലാവർക്കും പഴയ ഒരു ഓർമ്മയാണ്. കുറേ മാലകൾ കൊണ്ടിരിങ്ങനെ അതിൽ നിന്ന് കൊണ്ടിട്ടുള്ള 1-2 മാലയാണ്. ഇത് ശബരിമല എന്നല്ല കേട്ടോ, ഇത് എൻ്റെ അമ്മയച്ഛനും തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പത്മനാഭസ്വാമിയുടെ അവിടെ നിന്ന് മേടിച്ചു കൊണ്ട മാലയാണ്. പിന്നെ ഇതിൽ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ബാംഗിൾസ്, സിംഗിളായിട്ടും പെയറായിട്ടൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ബാംഗിൾസ് കണ്ടില്ലേ, ഇങ്ങനത്തെ കുറച്ച് ബാംഗിൾസ്. പിന്നെ നേരത്തെ കാണിച്ചു തന്നെ വളയുടെ ഒരു പെയർ. ഇതേ നേരത്തെ ഞാനൊരു വള കാട്ടിയിരുന്നില്ല, അതിൻ്റെ ഒരു പെയർ. പിന്നെ കുറേ ഇതുപോലത്തെ കാക്കറി സാധനങ്ങൾ, കുറേ വള, ഇതുപോലത്തെ വളകൾ. പിന്നെ ഇത് കൃഷ്ണനൊരു ആദ്യമായപ്പോൾ കൃഷ്ണൻ്റെ കയ്യുമ്മ ഇങ്ങനെ കെട്ടില്ല, ഇവിടെ കെട്ടണ സാധനം. പിന്നെ ശിവന്യയുടെ ചെറിയൊരു ഇതിങ്ങനെ ബാങ്കിൾ എന്ന് പറയാം, എന്നിട്ടാ സാധനം, അതാണ് ഒരു സാധനം. പിന്നെ വീണ്ടും ഒരു ശബരിമലയിലത്തെ മാല. പിന്നെ 2-3 ബണ്ണുണ്ട് തലയിലിടണത് കണ്ടല്ലോ, പല പല വെറൈറ്റി കളറുള്ള 3-4 ബണ്ണുണ്ട്. ഇതിൽ ഈ 2 ബണ്ണ് ഗൾഫിൽ നിന്നാണ്. ഇതിലൊരു സെറ്റ്, ഒരു ചെപ്പിൽ എല്ലാ കളറും ഉണ്ടായിരുന്നു, അതൊക്കെ യൂസ് ആക്കിയിട്ട് ബാക്കി 2 പിന്നെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മയിലിൻ്റെ ഡിസൈനുള്ള പിള്ളേരുടെ കേട്ടോ സ്ലൈഡ് കേട്ടോ, ശബരിമലയിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ പാക്കറ്റായിട്ട് മേടിക്കുമല്ലോ. ഇതിൻ്റെ എല്ലാം കുറേ കളറുകളും ഉണ്ടായിരുന്നു, കുറേയൊക്കെ മിസ്സായി, കുറേയൊക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ ഒരു ലിപ് ബാം. ഇതിൽ പിള്ളേർ തോണ്ടി എടുത്തിട്ട് ഇതിലൊന്നുമില്ല, പക്ഷേ നല്ല ഇത് ഇങ്ങനെ കാണുമ്പോൾ കളർ തോന്നില്ല, പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ക്യാമറയിൽ കാണുമെന്നറിയില്ല, ഒരു റോസ് കളറുണ്ട് ഇതിന്. നല്ല മോയ്സ്ചറൈസറാണ്, മോയ്സ്ചറുള്ള സാധനമാണത്. പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ ചേച്ചി കൊണ്ടുവന്ന ഒരു ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ കുറച്ച് പഴയതായതാണ്, പൊട്ടി, എന്നാലും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സിന്ദൂരം, ഇടയ്ക്ക് ബ്ലഷൊക്കെ ആയിട്ട് യൂസ് ആക്കും. ഗൾഫിൽ നിന്ന് കൊണ്ടുപോയി ആദ്യമായിട്ട് എനിക്ക് ചേച്ചി കൊണ്ടുവന്ന ലിപ്സ്റ്റിക്ക്. പിന്നെ 2 നെയിൽ പോളിഷ് ഉണ്ട്. ഇതേതാ, ഒരെണ്ണം ഡാസിലറുണ്ട്, ഒരെണ്ണം ഏതോ ഒരു വലിയ ബ്രാൻഡ്. പിന്നെ 2 ചെറിയ കമ്മൽ, ക്യൂട്ട്. ഇനി നെക്സ്റ്റ് ബോക്സ് കാണാം. അപ്പോൾ നെക്സ്റ്റ് ഒരു മഞ്ഞ ബോക്സ് ഉണ്ടായില്ലേ, അതാണ് ഞാൻ കാണിക്കാൻ പോണത്. ഇതിൽ എൻ്റെ കമ്മലുകളാണ് കൂടുതലുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മലിടാൻ വേണ്ടി മേടിച്ചതല്ല, ചെറിയൊരു സ്നാക്സ് ബോക്സ് ആയിട്ട് ചീനിക്ക് കൊണ്ടുപോകാൻ മേടിച്ചതാണ്. പിന്നെ ഇത് അവൾക്ക് സ്നാക്സിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് കാരണം ഞാനിതിൻ്റെ കമ്മലുകളിട്ടേക്ക് എടുത്തു. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ശിവന്യയുടെ ഒരു റിങ് കമ്മലാണ്. ഇതാകുമ്പോൾ പൂവാണ്ടിരിക്കും, കൂടുതൽ പിരിയുള്ള കമ്മലാകുമ്പോൾ ഊരി കളയും, ഇത് കളയാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വില ഇതിന് 35 രൂപ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് വീണ്ടും ശിവന്യയുടെ തന്നെയാണ്, റിങ് കമ്മലും പിന്നെ ചെറിയൊരു ഞാത്തി കമ്മലും. ഇതിന് 2 60 രൂപ പ്രൈസൊക്കെ ഇതും തന്നെയുണ്ട്. ഇതൊക്കെ അങ്ങനെ വല്ല ഫങ്ഷൻസ് അങ്ങനെ അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് ജുംക്ക കളക്ഷൻസ് ആണ് ഉള്ളത് കൂടുതലും. ഒരു ബ്ലാക്ക് ജുംക്കല്ല, ബ്ലാക്ക് മുത്തുള്ള ഒരു സിൽവർ കളറാണ് ജുംക്ക. ഇതൊന്നും ഞാനിപ്പോൾ അങ്ങനെ ഇടാറില്ല. ഞാൻ ഇപ്പം ഇട്ടേക്കണെങ്കിൽ ഗോൾഡ് ഊരി വയ്ക്കുകയാണെങ്കിൽ പിന്നെ കുറേ നാൾ ഞാൻ ഇങ്ങനത്തെ കമ്മലുള്ള യൂസ്, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇതിനോട് മടുക്കുമ്പോൾ പിന്നെ വീണ്ടും ഗോൾഡൻ ഇടും. അങ്ങനെയാണ് എൻ്റെ ഒരു മൂഡ് സിങ്സ് പോലെ ഇരിക്കും കമ്മലിടൽ. പിന്നെ നെക്സ്റ്റ് ബ്ലൂ കളറ് ഒരു ചുമക്കാണ്, നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ളതാണ്, നല്ല ഭംഗിയില്ല, നല്ല ക്യൂട്ട്. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടമായിട്ട് മേടിച്ചതാണ്, പക്ഷേ ഞാനങ്ങനെ ഇത് അധികം ഇട്ടിട്ടില്ല, കളർ ഇഷ്ടമായി മേടിച്ച് വെച്ചിട്ടുള്ള, ഇടൽ കുറവാണ് ഈ കമ്മൽ. പിന്നെ നെക്സ്റ്റ് വേറൊരു ജുംക്കയാണ്, ബ്ലൂ ഗോൾഡ് ജുംക്ക. ബ്ലൂവിൻ്റെ ഗോൾഡ് കളറും ഒരു സിൽവറൊക്കെ കൂടി ചേർന്ന കളറ്, പക്ഷേ ഇതിൻ്റെ കളർ ഇത്തിരി ഫെയ്ഡായിട്ട്, പക്ഷെ കളർ പോയപ്പോൾ ഇതിന് വേറൊരു ലുക്കായി. ഇത് ഇത്തിരി പഴയതാണ്, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്.
ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യും. ഇപ്പം ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് മെറ്റൽ പോലത്തെയൊക്കെ കമ്മലുകൾ ഒത്തിരി ഇതല്ലേ, ഗോൾഡ് കളറിനിട്ട്. ഈ കളർ പോയപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ ലുക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് പിന്നെ ഞാൻ ക്യാഷ്വലായിട്ട് ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ വേഗം കമ്മൽ കാതിലിട്ടിട്ടില്ലെങ്കിൽ വേഗം എടുത്തിടുന്ന കമ്മൽ ഇതാണ്. എൻ്റെ കയ്യിൽ കൂടുതൽ ഇത് തന്നെയാവും ഉണ്ടാവുക, എന്തോരം നോക്കിയാലും. ഞാൻ എവിടെ പോയാലും കൂടുതൽ മേടിക്കുന്നത് ഇങ്ങനത്തെ കമ്മൽ തന്നെയാണ്. നെക്സ്റ്റ് പിന്നെ ഒരു ചുമക്കയാണ്. ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ്. ഇങ്ങനത്തെ കമ്മൽ കാണുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് മാച്ച് ആവുമോ എന്ന് ഞാൻ വിചാരിക്കും. ഇതെനിക്ക് എങ്ങനെ ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഇത് മേടിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതെനിക്ക് നല്ലോണം മാച്ചാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നെക്സ്റ്റ് ഉള്ളതൊരു ഗോൾഡല്ല, റോൾഡ് ഗോൾഡാണ്. അതിൻ്റെ ഒരു കമ്മലാണ്. ഇതിൻ്റെ സ്റ്റഡ് ഭയങ്കര ചെറുതാണ്, അത് കാരണം പിടിക്കാൻ പറ്റില്ല. ഒരെണ്ണം പോയി. ഇതാണ് സംഭവം. ഇതിൻ്റെ സ്റ്റഡ് ഭയങ്കര ചെറുതാണ്, കണ്ടോ. ഇതിൻ്റെ സ്റ്റഡ് ഞാൻ തന്നെ മേടിച്ചിട്ട് വേറൊരു കമ്മലുണ്ടായിരുന്നു എൻ്റെ ഈ ജുമുക്കയുടെ സ്റ്റഡ് പോയപ്പോൾ ആ സ്റ്റഡുമ്മക്ക് ഞാൻ എടുത്തിട്ടതാണ്. അത് കാരണമാണ് സ്റ്റഡ് ഭയങ്കര ചെറുതായത്. പിന്നെ എൻ്റെ ഫേവററ്റ് കമ്മലാണ്. ഞാൻ കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കളർ നല്ല വിലയുള്ളതാണ്, 250 രൂപയൊക്കെ കൊടുത്ത് മേടിച്ചതാണ്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് അത്ര പ്രൈസിനുള്ളത് ഉണ്ടോയെന്ന് തോന്നും, പക്ഷെ നല്ല ഭംഗിയുള്ളതാണ്. അങ്ങനെ വലിയ ഫങ്ഷൻസിനൊക്കെ, നല്ല കല്യാണം അങ്ങനെ വലിയ പരിപാടിക്ക് മാത്രം യൂസ് ആക്കുന്നതാണ്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് കമ്മൽ മേടിച്ചു. 4 കമ്മൽ പെയറാണ് മേടിച്ചത്. അപ്പോൾ അതിലത്തെ 2 എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തു, 2 ഞാൻ പെങ്ങളുടെ മോൾക്ക്, ചേച്ചിയുടെ മോൾക്ക് കൊടുത്തു. അപ്പോൾ അതിലൊരു കമ്മലാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മെയിൻ ക്വാളിറ്റി പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് തീരെയില്ല. പിന്നെ നീളം കമ്മൽ എനിക്കധികം ഇഷ്ടമല്ല, പക്ഷേ ഇതെന്തോ എനിക്ക് കനം കുറവായ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. പക്ഷെ നമ്മളെല്ലാ വെറൈറ്റികളും ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ, അങ്ങനെ മേടിച്ചതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇത്. ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനി എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതും അതിൻ്റെ കൂടെ തീരെ കനല്ലേ, കണ്ട ടിങ് ടിങ് ടിങ്. ഇങ്ങനത്തെ വെറുതെ 2 എന്താ പറയുക കഷ്ണങ്ങളാണ്, അത് ഡിസൈൻ അതിന്മേൽ ഷേപ്പ് എടുത്തിട്ട് ഇട്ടേക്കുന്നതാണ്. ഇതൊക്കെ വെറും പ്ലാസ്റ്റിക്കാണ്, ഇതിൻ്റെ മുത്തുകളൊക്കെ. പിന്നെ നെക്സ്റ്റ് ഞാൻ കൊടുങ്ങല്ലൂർ പോയപ്പോൾ കുറച്ച് കമ്മലുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ 30 രൂപ 40 രൂപ അത്രയും വില ഭയങ്കര ക്യൂട്ട്. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റാണ്. കുറേ ഇങ്ങനത്തെ സിൽവർ ജുംക്കകളായിരിക്കും കൂടുതൽ. എനിക്കിത് വലിയ ജുംക്ക ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇത് മേടിച്ച സമയത്ത് ഞാൻ ഇട്ടപ്പോൾ എന്നെ എല്ലാവരും ചീത്ത പറഞ്ഞു. പക്ഷെ പിന്നെ എല്ലാവരും കണ്ട് ഇഷ്ടമായി. ഇത്ര വലുത് മേടിച്ചെന്ന് വെച്ചിട്ട്. പക്ഷേ നല്ല ഇഷ്ടം. ഇത് സിമ്പിളല്ല, വേഗം എടുത്ത് തൂക്കിയിടാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഫേവറേറ്റാണ്, പക്ഷെ ഇതൊരു ഇത്തിരി കനം കൂടുതലാണ്. ഞാൻ കൂടുതൽ കമ്മൽ കടയിൽ നിന്ന് പോയി മേടിക്കുന്നതിലും കൂടുതൽ പൂരപ്പറമ്പുകൾ അങ്ങനത്തെ ഉത്സവങ്ങൾക്ക് പോകുമ്പോഴാണ് ഞാൻ കൂടുതൽ കമ്മലുകൾ മേടിക്കുക. ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ കമ്മൽ മേടിക്കുള്ളൂ. അത് എൻ്റെ വീടിൻ്റെ അടുത്ത് ശിവരാത്രിക്ക് മേടിച്ച കമ്മലാണ്, നല്ല കമ്മലാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ നേരത്തെ ഒരു കമ്മൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഒപ്പം മേടിച്ചാണ്. വളരെ ചീപ്പ് റേറ്റിന് കിട്ടി. ഗോൾഡാണ് ശരിക്കും ഇതിൻ്റെ കളറ്, പക്ഷേ ഇത് കളർ പോയിട്ട് ഒരു സിൽവർ കളർ വന്നു തുടങ്ങി. പക്ഷെ ഒരെണ്ണത്തിന് നല്ല കളറുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യമൊക്കെ കാതിലിടാം, വെയിറ്റ് കുറവാണ്. പിന്നെ ഈ കമ്മലിൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഇത് എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിന് മേടിച്ച കമ്മലാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റഡ് ഇതല്ലായിരുന്നു, സ്റ്റഡ് വേറെയായിരുന്നു. സ്റ്റഡ് കേടായി പോയപ്പോൾ എനിക്കങ്ങനെ കമ്മലുകളൊന്നും നശിപ്പിച്ച് കളയുന്നത് ഇഷ്ടമല്ല. പരമാവധി ഞാൻ യൂസ് ചെയ്ത് എന്നെ കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നൊക്കെ റിപ്പയർ ചെയ്ത് ഞാനിടും. അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റിന് അവളിട്ടുണ്ടായിരുന്ന കമ്മലാണത്. അപ്പോൾ അതിൻ്റെ സ്റ്റഡ് കേടായപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു കമ്മലിൻ്റെ സ്റ്റഡ് ഊരി ഇതിനിട്ട് കൊടുത്തതാണ്. കുഴപ്പമില്ല, യൂസാക്കാം. കാതിലിടാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റഡും ഇതും കാണുമ്പോൾ ഒരു ഇത്തിരി കളർ ചേഞ്ച് പോലെ തോന്നും. നെക്സ്റ്റ് ഈ കമ്മൽ നെക്സ്റ്റ് കാണിക്കുന്ന കമ്മൽ ശിവന്യരെ
ആനിവേഴ്സറിക്ക് ഡാൻസിന് അവൾക്ക് അവർ കൊടുത്ത സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായ ഒരു മാല കാട്ടിയിരുന്നല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്മലാണ്. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ കമ്മലാണ്. അവൾ ഒരു പ്രാവശ്യം ഉണ്ണീനെ എഴുത്തിനിരുത്താൻ വേണ്ടി അവൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മേടിച്ച കമ്മലാണ്. അവൾ ഒരു വട്ടം ഇട്ടിട്ട് അവൾക്ക് വേണ്ടാൻ പറഞ്ഞ് എനിക്ക് തന്നാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കമ്മൽ. എനിക്ക് കമ്മൽ ആക്ച്വലി ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ സ്റ്റഡ് കഴിഞ്ഞിട്ട് ഇത് ഇത്തിരി നീട്ടം കൂടുതൽ. ഇതിന് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്തിരിയും കൂടി ഇഷ്ടം. ഇത്തിരി ഈ ഒരു ലെങ്ത്ത് കുറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത്തിരി ലെങ്ത്ത് കൂടുതലുള്ള പോലെ. പക്ഷെ കളറ് പോയിട്ടുമില്ല. കമ്മൽ വേറെ ഒരു കംപ്ലൈൻറ്റ്, ഒരു കല്ല് പോവൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ ഇട്ടിട്ടില്ല അതുവരെ. പിന്നെ ഇതൊരു ഗോൾഡൻ കമ്മലാണ്. പക്ഷേ കമ്മലുകളൊക്കെ ഒരുമിച്ച് പാത്രത്തിലിട്ടിച്ചിട്ട് എല്ലാ കമ്മലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞൊരഞ്ഞ് കുറേ കമ്മലിൻ്റെയൊക്കെ കളറ് പോയി. ഇതിൻ്റെ കളർ കുറച്ച് പോയത്. ഗോൾഡ് ഒരു ബ്ലാക്ക് ഗോൾഡും ഒരു ബ്ലാക്കും ഒക്കെ ചേർന്ന കളറായിരുന്നു. നല്ലതാണ്. നല്ല കൃഷ്ണൻ്റെ നല്ല ഇഷ്ടമുള്ള കമ്മലാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ ചേച്ചിയുടെ കമ്മലാണ്. അതായത് ചേട്ടൻ്റെ പെങ്ങളുടെ കമ്മലാണ്. ആളെൻ്റെ കല്യാണത്തിന് പാർട്ടിക്ക് ഇട്ടുണ്ടായിരുന്ന കമ്മലാണ്. എനിക്ക് അത്ര ഇഷ്ടമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ കയ്യിൽ ചോദിച്ച് മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഇവിടുത്തെ ഒരു കല്ല് പോയി. ഒരു കല്ല് പോയിട്ട് ഞാനതിവിടെ സ്റ്റിക്ക് ചെയ്തു. പക്ഷെ ഒരു കല്ല് പോയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇനി ഏതെങ്കിലും ഡ്രസ്സും വന്ന് എവിടെന്നെങ്കിലും ഇതിന് മാച്ചായ കല്ല് കിട്ടുമ്പോൾ ഇവിടെ ഒട്ടിച്ച് വെക്കണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കമ്മലാണ്. ഇത് നല്ല ക്യൂട്ടാണ്. ഇതിൻ്റെ കളർ ഗോൾഡൻ കളറിന് ഒരു മങ്ങലും ഇല്ല. ഇത് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 5-6 കൊല്ലമായി. നോക്കിയേ, ഞാൻ വേറെ എത്ര ഗോൾഡ് കളർ കമ്മൽ കാണിച്ചു, അതിൻ്റെയൊക്കെ ഗോൾഡൻ കളർ ഫെയ്ഡായി. ഈ കമ്മലിൻ്റെ ഈ ഗോൾഡൻ കളർ നോക്കിയേ, ഇത്ര നാളായിട്ട് ഇതിൻ്റെ ഗോൾഡൻ കളർ, ഇത് ഭയങ്കര ബ്രൈറ്റ്നെസ് ഉള്ള കാരണം കാണാണ്ടാണ് ഇതിൻ്റെ ഗോൾഡൻ കളർ ഫെയ്ഡായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ കമ്മൽ കളക്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, എന്നാലും എനിക്ക് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.